ഹലോ എവരി വൺ, ഇറ്റ്സ് മീ അനീസ്. നമ്മൾ സാധാരണ വീഡിയോസ് ഒക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മുടെ സ്മാർട്ട് ഫോൺ ആയാലും ക്യാമറ ആയാലും നല്ല അമേസിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ എടുക്കും. വളരെ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ അതിൻ്റെ ഇൻബിൽറ്റ് മൈക്രോഫോൺ എന്ന് പറഞ്ഞാൽ സൗണ്ട് ക്വാളിറ്റി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പൂറായിരിക്കും. നമ്മുടെ വീഡിയോ ക്വാളിറ്റിക്ക് ഒത്തുപോകുന്ന രീതിയിലുള്ള ഒരു സൗണ്ട് ക്വാളിറ്റി അല്ല നമുക്ക് കിട്ടണമെങ്കിൽ അത് കണ്ടിരിക്കാൻ നമുക്കൊരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു എക്സ്റ്റേണൽ മൈക്ക് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ നമുക്കൊരു ബഡ്ജറ്റ് ലെവലുള്ള ഒരു എക്സ്റ്റേണൽ മൈക്കാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലുള്ള ഒരു മൈക്രോഫോണാണ് ബോയ ബ്രാൻഡിലുള്ള BY-M1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൈക്രോഫോണത്. ഈ മൈക്രോഫോണിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പോസിറ്റീവ് റിവ്യൂസ് കിട്ടിയിട്ടുള്ള ഒരു മൈക്രോഫോണാണ്. അതുപോലെ തന്നെ ഒരുപാട് യൂട്യൂബേഴ്സും ടിക്ടോക്കേഴ്സും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു മൈക്കാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് അൺബോക്സിങ് ചെയ്തിട്ട് അതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു ബോക്സിലാണ് നമുക്ക് മൈക്രോഫോൺ വന്നിട്ടുള്ളത്. ഞാനിത് UAE ആമസോൺ സൈറ്റിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ആമസോണിൽ ഇതിന് വില വന്നിട്ടുള്ളത് 55 ദിറംസ് ആണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലാണെങ്കിൽ 1100, 1200 ആ റേഞ്ചിലായിരിക്കും നമുക്ക് ഈ മൈക്രോഫോൺ കിട്ടുന്നത്. ഇതിൻ്റെ ഉള്ളൊരു ബാഗിലാണ് കേട്ടോ മൈക്ക് വന്നിട്ടുള്ളത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ലെതറിൻ്റെ ഒരു പൗച്ചാണ്, ബോയ എന്നൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ. അതുകൂടാണ്ട് ഇതിൽ വന്നിട്ടുള്ള അതിൻ്റെ ഡോക്യുമെന്റേഷൻ ആണ്. നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല, അത് നമുക്ക് ഒഴിവാക്കാം. ഈ പൗച്ച് നമ്മൾ തുറക്കുകയാണെങ്കിൽ നോക്കാം. ഇതാണ് നമ്മുടെ മൈക്രോഫോണിന്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു 6 മീറ്റർ ലെങ്ത്തിലുള്ള കേബിളാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ 3.5 mm ഒരു ഓഡിയോ പിന്നാണ് വന്നിട്ടുള്ളത്. നീ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ മൈക്ക് വന്നിട്ടുള്ളത്. ഒരു കണ്ടൻസർ മൈക്കാണിത്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ക്ലിപ്പ് ഉണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ക്ലിപ്പ് തന്നെയുണ്ട്. ഒരു മെറ്റലിൻ്റെ ക്ലിപ്പാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് പോക്കറ്റിലൊക്കെ ഷർട്ടിൻ്റെ എവിടെയൊക്കെ നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റിയ ഒരു ക്ലിപ്പാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒപ്പം വന്നിട്ടുള്ളത് ഇതിലിടാനുള്ള ഒരു ചെറിയൊരു ബാറ്ററി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നമുക്ക് വലിയ ആംപ്ലിഫയർ ഒക്കെ കണക്ട് ചെയ്യാനുള്ള ഒരു കൺവെർട്ടർ പിന്നെ വന്നിട്ടുണ്ട്. പിന്നെ വിൻഡ് ഷീൽഡും വന്നിട്ടുണ്ട്. നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. മൈക്രോഫോണിൻ്റെ ഒരു സർക്യൂട്ടാണ് അതിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സ്വിച്ചിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് ക്യാമറയ്ക്ക് യൂസ് ചെയ്യണമെങ്കിൽ മുകളിലേക്ക് ക്യാമറ എന്നുള്ളതിലേക്ക് സെലക്ട് ചെയ്തിടണം. അതുപോലെ തന്നെ സ്മാർട്ട് ഫോണാണ് നമ്മളിത് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ താഴോട്ട് സെലക്ട് ചെയ്യണം, എന്നാലും അതിൻ്റെ ഫംഗ്ഷൻ വർക്ക് ചെയ്യുള്ളൂ. പിന്നെ ഇത് വർക്ക് ചെയ്യണത് ബാറ്ററി വെച്ചിട്ടാണ്. ചെറിയൊരു ബാറ്ററിയാണ് വന്നിട്ടുള്ളത്. LR44 എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ടൈപ്പ് ബാറ്ററിയാണ്. അത് നമുക്ക് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. അത് നമ്മൾ എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ ഇതൊന്ന് തിരിച്ചു കൊടുക്കുക. ത്രെഡ് ടൈപ്പാണ്, നമുക്ക് തിരിച്ചതിന് ഊരി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ വന്നിട്ടുള്ളത് ഒരു ചെറിയ ബാറ്ററി കമ്പാർട്ട്മെൻ്റ് ആണ്. അതിൻ്റെ പോസിറ്റീവ് സൈഡ് മുകൾ ഭാഗത്താണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ടാഗിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ബാറ്ററിയുടെ പോസിറ്റീവ് സൈഡ് മുകളിൽ വരുന്ന രീതിയിൽ നമുക്ക് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ടാഗിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമുക്ക് ബാറ്ററി റിമൂവ് ആക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫുൾ ചെയ്താൽ മതി. അത് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ബാറ്ററി കൊടുത്ത് തരും. നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ബാറ്ററി ഇൻസെർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ലോക്ക് വന്നിട്ടുണ്ട്. നമുക്കിത് ക്ലിപ്പ് പോലത്തെ ഒരു ലോക്കാണ്. നമുക്ക് പാൻറ്റിൻ്റെ പോക്കറ്റിൽ അവിടെയൊക്കെ നമുക്കിത് ഇൻസെർട്ട് ചെയ്ത് വെക്കാം. ബെൽറ്റുമല പോക്കറ്റിലൊക്കെ നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ലോക്കാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ അഡാപ്റ്റർ പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് വലിയ ആംപ്ലിഫയറിലൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ നമുക്കിത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് വലിയ ആംപ്ലിഫയറിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ വിൻഡ് ഷീൽഡ് ഇവിടെ ഇട്ട് കൊടുക്കണം. ഞാൻ വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്യുന്നത് ഹുവാവിയുടെ P30 Pro മൊബൈലിലാണ്. അപ്പോൾ അതിലെന്ന് വെച്ചാൽ 3.5 mm ഓഡിയോ ജാക്ക് അതിലില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഇതുപോലൊരു എക്സ്റ്റേണൽ കണക്ടർ നമ്മൾ മേടിക്കണം. ഇതിപ്പോൾ ടൈപ്പ് സി എന്ന് നമുക്ക് 3.5 mm ഓഡിയോ ജാക്കും അതുപോലെ തന്നെ ഒരു സൈഡിൽ ടൈപ്പ് സി കിട്ടുന്ന രീതിയിലാണ്
ഈ ഒരു അഡാപ്റ്റർ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നേരെ കണക്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കണക്ട് ചെയ്താൽ നമുക്ക് P30 മൊബൈലിലേക്ക് നമുക്ക് Type-C USB-യിൽ കണക്ട് ചെയ്താൽ നമുക്ക് ഈ മൈക്രോഫോൺ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ കണക്ടറിന് എനിക്ക് ജസ്റ്റ് 10 dirhams മാത്രമേ വന്നിട്ടുള്ളത്. ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ 33 dirhams അതുപോലെ തന്നെ 50 dirhams ആണ്, കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ നമ്മൾ ഗിഫ്റ്റ് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇതൊരു 10 dirhamsനാണ് കിട്ടുന്നത്. എന്തായാലും ഇന്ത്യൻ മണിയിൽ നോക്കുകയാണെങ്കിൽ ഒരു 200 രൂപയെ വന്നിട്ടുള്ളൂ. ഇതിൻ്റെ കേബിൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ, ഒരുപാട് ലെങ്ത് ഉണ്ട് കേബിൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരുപാട് ലെങ്ത് ഉള്ള കേബിളാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഈ ക്ലിപ്പുമായിട്ട് ഇവിടെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം, ഷർട്ടിലൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്കറിയാം, ഇത് എൻ്റെ സ്മാർട്ട് ഫോണിൽ തന്നെ കിട്ടിയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഇയർഫോൺ വഴിയാണ് ഇപ്പോൾ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അത് കാരണം കുറേ നോയ്സൊക്കെ റെഡ്യൂസ് ആയിട്ടുണ്ട്. ഇനി ഞാൻ മൈക്രോഫോൺ കണക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മൊബൈൽ ഫോണിൽ നിന്ന് കിട്ടുന്ന ഡയറക്റ്റ് കിട്ടുന്ന ഓഡിയോ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പം ഞാൻ മൈക്രോഫോൺ റിമൂവ് ആക്കിയിട്ടുണ്ട് എൻ്റെ. ഇപ്പോൾ സാധാരണ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ പുറത്തൊക്കെ AC വർക്ക് ചെയ്യുന്നുണ്ട്. AC-ലൊക്കെ ഭയങ്കര നോയ്സ് ഇതിലേക്ക് ക്യാച്ച് ആവുന്നുണ്ട്. കാരണം ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി നോക്കണമെങ്കിൽ വളരെ അമേസിങ് ക്വാളിറ്റിയാണ്, ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ ഓഡിയോ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വളരെ പൂർ ആയിട്ടുള്ള ക്വാളിറ്റിയാണ്. അതുകൊണ്ട് ഞാനൊരു എക്സ്റ്റേണൽ മൈക്ക് മേടിച്ചത്. അപ്പോൾ എന്തായാലും നമുക്ക് മൈക്ക് കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഓഡിയോയിൽ വരുന്ന വ്യത്യാസം ഒന്ന് നോക്കിയിട്ട് വരാം. ഞാൻ മൈക്ക് ഇപ്പോൾ മൊബൈലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഓഡിയോ ക്വാളിറ്റിയിൽ നല്ല വ്യത്യാസം ഉണ്ടാവും തന്നെ ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്തായാലും ഞാനത് പ്ലേ ചെയ്യുന്ന സമയത്ത് എനിക്കറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ റൂമിലായാലും പുറത്തായാലും AC വർക്ക് ചെയ്യണ ഒരുപാട് നോയ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ സാധാരണ ഫോണിലാകുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നല്ല രീതിയിലുള്ള നോയ്സ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓഡിയോ ക്വാളിറ്റി വളരെ കുറവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മൈക്ക് റിമൂവ് ആക്കി നോക്കുന്നു. ഇപ്പോൾ എന്തായാലും ഞാൻ മൈക്കിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മൈക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ റിയൽ ആയിട്ടുള്ള ഈ ഇൻബിൽറ്റ് മൈക്രോഫോണിൽ നിന്നുള്ള കിട്ടുന്ന ഓഡിയോ ക്വാളിറ്റി. ഇപ്പോൾ എന്തായാലും നിങ്ങൾക്കറിയാൻ പറ്റും, ഒരുപാട് ഡിസ്റ്റർബൻസ് കാരണം ഉണ്ടാവും. ഞാൻ എന്തായാലും സാറ്റിസ്ഫൈഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് മൈക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ മൈക്ക് കണക്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ ഇൻബിൽറ്റ് ആയിട്ടുള്ള മൈക്കിൽ വന്ന ഓഡിയോ ക്വാളിറ്റി ഉണ്ടെന്നും അതുപോലെ തന്നെ ബോയ മൈക്രോഫോൺ വെച്ചിട്ട് ഉള്ള ഓഡിയോ ക്വാളിറ്റി ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഇത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മൈക്കാണ്. യൂട്യൂബേഴ്സ് ആയാലും ടിക്ടോക്കേഴ്സിനായിട്ടൊക്കെ ആയിട്ടുള്ള ആൾക്കാർ നല്ലൊരു മൈക്ക് വേണമെന്നുള്ളവർക്ക് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ മേടിക്കാൻ പറ്റിയൊരു മൈക്കാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ബൈ.